Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല ശ്രീരാജ്. ഞാൻ ധന്യ ശ്രീരാജ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ജൂലൈ മാസം നടക്കാൻ പോകുന്ന ഏത് പരീക്ഷ മിസ്സേ? CPO എക്സാം. യെസ്, CPO എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ധന്യ മിസ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അല്ലേ? ധന്യ മിസ് നമ്മളുടെ ഇൻ ഹൗസ് CPO ബാച്ചിന്റെ മെന്ററാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന്, അതായത് ഇനി ഒരുപാട് ദിവസമൊന്നുമില്ല എക്സാമിന് അല്ലേ? കുറഞ്ഞ സമയമേ ഉള്ളൂ ഇനി എക്സാമിന്. അതായത് ജൂലൈ മാസത്തിലാണ് നമുക്ക് എക്സാം വരുന്നത്. അന്ന് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ ഈ സമയം കൊണ്ട്, ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമുക്ക് പഠിച്ചു തീരുമല്ല. ഇല്ല അല്ലെ? ഇപ്പൊ തന്നെ ഉത്തരം വന്നിട്ടുണ്ടാവും, പഠിച്ച് തീരില്ല ഇത് മുഴുവനും. പക്ഷേ നമുക്കിപ്പോ കുറച്ചധികം എക്സാംസ് നടന്നു അല്ലെ? അപ്പൊ അത് ബേസ് ചെയ്ത് നമുക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടാവും. അതായത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഏത് ലെവൽ വരെയൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, ഇങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ മിസ്സേ? നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സിന് വെയിറ്റേജ് കൊടുക്കണം? നമുക്കറിയാം, ഇംഗ്ലീഷ്, അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക് തന്നെയാണ്. അതായത് നമ്മുടെ സിലബസ് നോക്കുവാണെങ്കിൽ ഇംഗ്ലീഷിന് 10 മാർക്ക് ഉണ്ട്, മാത്സിന് 10 മാർക്ക് ഉണ്ട്, മലയാളത്തിന് 10 മാർക്ക് ഉണ്ട്, ഇപ്പൊ തന്നെ 30 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്ക് ഉണ്ട്. ഈ ഇത്രയും ടോപ്പിക്ക് കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് 50 മാർക്കാണ് അവിടെ കിട്ടുന്നത്. ഈ 50 മാർക്കിൽ ഈ പറയുന്ന മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും നമ്മൾ കൃത്യമായി പഠിച്ചാൽ, അത് തന്നെയാണ് ഇപ്പൊ നടക്കുന്ന എല്ലാ എക്സാമിന്റെ ട്രെൻഡും അങ്ങനെ തന്നെയാണ് അല്ലെ? ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്ന ചോദിക്കുന്ന ഭാഗങ്ങളൊന്നും ഇതിൽ ചോദിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ കൃത്യമായിട്ട് ഈ 50 മാർക്ക് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്, 40 മാർക്ക് GK ഉണ്ട്. ഈ 40 മാർക്ക് എല്ലാം പഠിക്കുക എന്ന് പറയുന്നത്, GK ഒരു വലിയ ഭാഗമാണ്. ഇത് മുഴുവൻ പഠിക്കുക എന്ന് പറയുന്ന പ്രാക്ടിക്കൽ അല്ല. പക്ഷെ ബുദ്ധിപൂർവ്വം നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത്ര ഭാഗങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല മിസ്സേ, മറ്റു പരീക്ഷകളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഒറ്റ ഒരു പരീക്ഷ കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് കയറാൻ പറ്റും. അതെ, പ്രിലിംസ് മെയിൻസ് ഇല്ല, CPO എന്ന് പറയുന്ന ഈ ഒരൊറ്റ പരീക്ഷ മതി നമുക്ക് ഡയറക്റ്റ്ലി ജോലിയിലേക്ക് കയറാൻ. അതുപോലെ തന്നെ മിസ് പറഞ്ഞത് വളരെ വലിയൊരു പോയിന്റ് ആണ്. ഇതിന്റെ കട്ട് ഓഫ് താരതമ്യേന മറ്റ് പരീക്ഷകളെ നോക്കുമ്പോൾ കുറവാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം, ഫിസിക്കലിൽ കുറെ പേര് പോകും അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും. നമുക്ക് ജോലിയിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് യൂണിഫോം തസ്തികകളൊക്കെ സ്വപ്നം കണ്ടു കിടക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ? ഒരു പോലീസ് യൂണിഫോം ഇട്ട് നെഞ്ചു വിരിച്ച് റോഡിലൂടെ, അല്ലെങ്കിൽ എന്താ ഒരു നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ നടക്കാന്ന് പറഞ്ഞ വലിയൊരു വെയിറ്റ് ഉള്ള ഒരു കാര്യമല്ലേ? അതെ. അപ്പൊ അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയുള്ള ദിവസം കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലിയിലേക്ക് കയറാൻ പറ്റും. പക്ഷെ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, എന്തിനൊക്കെ പ്രാധാന്യം കൊടുക്കണം, ഇതാണ് നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഞങ്ങൾ എല്ലാവരും തിങ്ക് ചെയ്തത് ആ ഒരു ആംഗിളിൽ തന്നെയാണ്. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലെ? നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് ഏതാ? മാത്സ്, മലയാളം, സ്പെഷ്യൽ ടോപ്പിക്, കറണ്ട് അഫയേഴ്സ്, ഇതൊക്കെയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഓരോ ദിവസം, ഇനി വരുന്ന ഓരോ 30 ദിവസങ്ങളിലും ഓരോ ടോപ്പിക്കായിട്ടാണ് കവർ ചെയ്യുന്നത്. സിലബസ് അനുസരിച്ചുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. മാത്സ്, മലയാളം, എക്കണോമിക്സ്, ഹിസ്റ്ററി. അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഡേ 1 നമ്മൾ നോക്കുമ്പോൾ മാത്സ് കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്രയും കാര്യങ്ങൾ ഒരു ദിവസം പഠിച്ചു തീരുമോ? ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ രണ്ടായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് തരുമ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ സിസ്റ്റം ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസും ഉണ്ടാവും, വർക്ക്ഔട്ട്സ് ഉണ്ടാവും. ഇത് കണ്ടുവരുന്നൊരു കുട്ടിക്ക് മോസ്റ്റ്ലി നമ്മൾ ഉദ്യോഗാർത്ഥികളുടെ കൺവീനിയന്റ് ടൈമും കൂടി കൺസിഡർ ചെയ്ത്, കാരണം കൂടുതൽ പേരും ജോലി ചെയ്യുന്നവരാണ് അല്ലെ? അപ്പൊ രാത്രി 8 മണിയാണ് നമ്മൾ ലൈവ് കൂടുതലായിട്ട് നമ്മൾ നടത്തുന്നത്. അപ്പോൾ 8 മണിക്ക് നമ്മളൊരു ലൈവ് 1.5 മണിക്കൂറോളം നമ്മൾ നമ്മുടെ ലൈവ് ടൈം എടുക്കുന്നുണ്ട്. ഈ ലൈവ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധ്യാപകർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യും. മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അല്ലെ? എല്ലാവർക്കും ഓരോ സബ്ജക്റ്റ് ആയിരിക്കും അല്ലെ? ചില ആൾക്കാർക്ക് മാത്സ് പാടായിരിക്കും, ചില ആൾക്കാർക്ക് മലയാളം പാടായിരിക്കും. അതൊന്നുമല്ല, നമ്മൾ ഈ സിലബസ് അനുസരിച്ച് കൃത്യമായ ക്ലാസ്സുകൾ, എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള സെഷൻ ഉണ്ട്. അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാ ദിവസവും
ഓരോരുത്തർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിനനുസരിച്ചാണ് നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഇനി അതല്ല, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു ടെൻഷനും വേണ്ട, ഇതിന്റെ റെക്കോർഡഡ് സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മാത്സ് പോലൊരു സബ്ജക്റ്റ് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള സമയം നമ്മൾ അതിൽ ഇങ്ങനൊരു ചോദ്യം വന്നാൽ അതിലേക്ക് എത്താനുള്ള എളുപ്പ വഴികൾ, ടിപ്സിനും ട്രിക്സിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. അതിന് തന്നെയാണ് നമ്മൾ ഈ റിവിഷൻ ലൈവ് സെഷൻസിലൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ ഓരോ വിഷയങ്ങളും സ്പെഷ്യൽ ടോപ്പിക് എടുക്കുമ്പോഴും നമ്മൾ ആ ഒരു മാർക്ക് സ്കോറിംഗ് പാർട്ടും തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഓർത്തിരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. പക്ഷെ എന്നാൽ പോലും ആ 20 മാർക്കിൽ മാക്സിമം മാർക്ക് നമുക്ക് എൻഷുർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ലൈവ് സെഷൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി GK ആണെങ്കിൽ തന്നെ നമുക്കറിയാം, GK എന്ന് പറയുന്ന ഭാഗം ഫുൾ പഠിക്കുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. പക്ഷെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ അല്ലെ, ചില ടോപ്പിക്സ് നമ്മൾ കുറച്ച് പഠിച്ചാൽ തന്നെ. ഇപ്പം അതിലൊരു ഉദാഹരണമാണ് നമ്മൾ 9ാം ദിവസം കൊടുക്കുന്ന നമ്മുടെ ബയോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചുമാണ് ബയോളജി പഠിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ബയോളജി പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. അതെ, അതിൽ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ ജീവിതശൈലി രോഗങ്ങൾ, ഇതെല്ലാം വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിക്കേണ്ടതാണ്. ഈ സെഷനുമായിട്ട് നിങ്ങൾക്ക് വരുന്നത് യമുന മിസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഭാഗത്ത് നിന്നും 4 മാർക്കിനാണ് നമുക്കിവിടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഈ 4 മാർക്കിലേക്ക് വേണ്ട കാര്യം 1.5 മണിക്കൂറിൽ ക്വസ്റ്റ്യൻസിലൂടെ യമുന മിസ് നിങ്ങളിലേക്ക് എത്തിക്കും. അതേപോലെ ഓരോ വിഷയങ്ങൾക്കും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നമ്മളുടെ ക്ലാസ്സസ് പോകുന്നത്. കൃത്യമായിട്ട് വളരെ ചുരുക്കി പഠിക്കുക. എല്ലാം ഇനി പഠിക്കാനുള്ള സമയമില്ല എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുക. ഓക്കെ, എല്ലാം ഇനി പഠിച്ച് തീരില്ല, ഇനിയുള്ള സമയം കുറച്ച് കാര്യങ്ങൾ തറവായിട്ട് പഠിക്കുക. അതാണ് ഈ ലിസ്റ്റിൽ കയറാനായിട്ട് നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരു CPO എക്സാമിൽ അല്ലെങ്കിൽ ഒരു CPO തസ്തികയിലേക്കുള്ള എല്ലാ യോഗ്യതകളും ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുക. ഇതുവരെ പഠിച്ചില്ലേ, സാരമില്ല, ടെൻഷനൊന്നും അടിക്കണ്ട. ഇനിയുള്ള ദിവസം പഠിച്ചാലും ഇത് നേടാവുന്ന ഒരു പരീക്ഷ തന്നെയാണ് അല്ലെ. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഞങ്ങൾ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ എന്ന് ജോയിൻ ചെയ്താലും Day 1 മുതലുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ സെറ്റ് ആണ് അല്ലെ മിസ്സേ. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, എന്തൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് മിസ്സേ നമ്മൾ ചെയ്യുന്നത്? 30 days സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമുക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ലൈവ് ക്ലാസ്സിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിസ് പറഞ്ഞത്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഡെയിലി ഉള്ള ലൈവ് സെഷൻസിനോടൊപ്പം തന്നെ ആ ലൈവ് സെഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഔട്ട്സ് കൊടുക്കുന്നുണ്ട്. പോളുകൾ അല്ലെ, കുട്ടികളുടെ പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള പോളുകൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ എന്താ പറയുക ഇന്ററാക്ട് ചെയ്ത് എല്ലാവരുടെ പഠന നിലവാരങ്ങൾ അനുസരിച്ച് റാങ്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എക്സാംസിന് റാങ്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോഡൽ എക്സാംസ്. ഇതെല്ലാം ആകുമ്പോൾ CPO പോലൊരു പരീക്ഷയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കും അല്ലേ. അപ്പോൾ പഠിക്കല്ലേ, ഇനി ഒന്നും നോക്കാനില്ല, ഉഷാറായിട്ട് അങ്ങോട്ട് നമുക്ക് പഠനം തുടങ്ങാം. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഞങ്ങളിവിടെ കംപ്ലീറ്റ്ലി റെഡിയാണ്. ഇങ്ങ് പോരെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.